മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ ഇന്നത്തെ പ്രയാണം അവസാനിക്കും. ഇന്നലെ രാത്രി ഘോഷയാത്ര തങ്ങിയ ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ ഭക്തജന പ്രവാഹം. തൊഴുകൈയോടെ ഭഗവാന്റെ തങ്കയങ്കി ദർശിച്ച് സായുജ്യം നേടി ഭക്ത സഹസ്രങ്ങൾ. 8 മണിയോടെ ഘോഷയാത്ര ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. നിറപറയും നിലവിളക്കും വാദ്യമേളങ്ങളും ഒരുക്കി പ്രയാണ വീഥികളിൽ ഘോഷയാത്രയെ വരവേറ്റ് ഭക്തജനങ്ങൾ. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ ഇന്ന് രാത്രി വിശ്രമിക്കുന്ന ഘോഷയാത്ര നാളെ രാവിലെ 8-ന് ഇവിടെ നിന്നും 3-ാം ദിവസത്തെ പ്രയാണം തുടങ്ങും. നാളെ പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ് രാത്രി വിശ്രമം. 25-ന് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിക്ക് പമ്പയിലെത്തും. 3 മണിക്ക് പമ്പയിൽ നിന്നും പുറപ്പെട്ട് 5 മണിക്ക് ശരംകുത്തിയിലെത്തും. തുടർന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകിട്ട് 6:30-ക്ക് അയ്യപ്പ ഭക്തർ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഭഗവാന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. 26-ന് മണ്ഡലപൂജയും നടക്കും. ജനം, പത്തനംതിട്ട.